ഉർവശി ചേച്ചിയുടെ സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ. നമ്പർ 20 മോഹൻലാൽ ഒരു ബിഹേവിങ്ങും ഒരാട്ടവും ഒക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോട്ടലേറിയപ്പോ ഒരു പയ്യൻ എന്നോട് വന്ന് ചോദിച്ചു, ചേച്ചി ഗഗനചാരി എപ്പോഴാണ് ഇറങ്ങുന്നത്? അപ്പോൾ ഞാൻ അറിയത്തില്ല, ഞാൻ ഏലിയൻസിന്റെ വലിയൊരു ഫാനാണ്. ഏലിയൻസ് ഫാൻസ്. ഉമ്മ കിസ് ഓഫ് ലവിന്റെ സമരത്തിന് പങ്കെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഫ്രണ്ട് പേജിൽ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാരും അറസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. എന്റെ സമയം ഞാൻ സൈഡിൽ നിന്ന് ഭയങ്കര പ്രൗഡ് മൊമെന്റ്. അനാർക്കലി ഹായ്. ഈ വർഷം ഇറങ്ങിയ 2 സിനിമയിൽ ലീഡ് ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ഒരു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഫെയിമും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടെയാണ്. കാര്യം മന്ദാകിനി റിലീസായി അടുത്ത മാസം തന്നെ ഗഗനേരി റിലീസായ 2 പടവും ഈക്വലി അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്, ആൾക്കാർക്ക് ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മൊമെന്റിൽ നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ അതെ. ഇപ്പം മന്ദാകിനി വന്നപ്പോൾ ടർബോയുടെ കൂടെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പേടിയുണ്ടോന്നൊക്കെ. പക്ഷെ മന്ദാകിനി ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയടിച്ച് കാണുന്ന ഒരു സിനിമ കൂടിയാണ്. ഇപ്പം എത്രയോ വീക്കുകളായി പോകുന്നു അല്ലേ. പിന്നെ അതിൽ ത്രൂ ഔട്ട് എനിക്ക് വേണമെങ്കിൽ പറയാൻ അനാർക്കലിയാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. എല്ലാവരും ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് അത് ഷോൾഡർ ചെയ്യുന്ന അനാർക്കലിയാണ്. അപ്പം ആ സിനിമ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇനീഷ്യലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം അതൊരു വെള്ളമടിച്ചിട്ടുള്ള ഒരു സീനൊക്കെ ആയതുകൊണ്ട് യൂഷ്വലി അത് നമുക്ക് കയ്യിൽ നിന്ന് പോവാൻ ചാൻസ് ഉള്ള ഓവർ. അപ്പോൾ ഞാൻ ഓവറാകത്തില്ല എനിക്കറിയാം. പക്ഷെ കുറേ അങ്ങനെ അണ്ടറായി പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ വലിപ്പിച്ചെടുക്കും, എനിക്കതൊരു ഞാനൊരു ചാലഞ്ച് പോലെ കാണുമായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചാൽ ഞാൻ ചെയ്തെടുക്കും, ഞാനത് ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പെർഫോം ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പടം വേണ്ടാന്ന് വെച്ചാലോ എന്ന് വരെ ചിന്തിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഐ ഷുഡ് ഗോ ബിയോണ്ട് മൈ ബൗണ്ടറീസ് എന്നുള്ളത് തോന്നിയപ്പോൾ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് തോന്നിയത്. അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഓവർ ആക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മീറ്റർ പിടിച്ച് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു കുഴയിലും ഒരു ആടലൊക്കെ ഉണ്ടല്ലോ. അത് എന്താ നമ്മുടെ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച അങ്ങനെ ഒരു. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് സട്ടിലായിട്ട് അഭിനയിക്കുന്ന ആളാണ്. കൂടുതലും അഭിനയിക്കുന്നതിലും കൂടുതൽ ഞാൻ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഭാഗ്യവശാൽ വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് സട്ടിലായിട്ടുള്ള, അധികം എക്സ്പ്രസീവ് ആവേണ്ടാത്ത, എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ചടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എനിക്ക് അത് ഇപ്പോൾ വേറൊരാളുടെ സ്വഭാവം കണ്ടുപിടിച്ച് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകൾ കാണുകയും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? ഒരു പാറ്റേൺ ആക്ടിങ് അതൊക്കെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ഉർവശി ചേച്ചിയുടെ സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ, അങ്ങനത്തെ കുറച്ച്. പക്ഷെ അത്രയൊന്നും എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് പറ്റത്തില്ലാന്ന് ഉറപ്പായിട്ടും അറിയായിരുന്നു. നമ്പർ 20 മോഹൻലാൽ ഒരു ബിഹേവിങ്ങും ഒരാട്ടവും ഒക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രത്തോളം വന്നിട്ടുണ്ടോന്നും അറിയത്തില്ല. ഓവറാക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല. നല്ല രസമായിട്ട്. അതെ, ഞാനൊരു ക്യൂട്ട്നെസ് ആണ് പിടിക്കാൻ നോക്കിയത്. പിന്നെ എന്തായാലും നായികമാര് കുറച്ച് ക്യൂട്ടാകുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമുണ്ടല്ലോ. അങ്ങനെ ഓവറാക്കുന്നതിലും കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ അഭിനയിക്കുമ്പം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കൊരു വെള്ളം അടിച്ചിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പം അത് ഒരു നെഗറ്റീവായിട്ട് ആൾക്കാരിൽ ഇംപ്രഷൻ വരാതിരിക്കാൻ കുറച്ച് ക്യൂട്ടായാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയായിരുന്നു. അപ്പൊ അതുപോലെ ഞാനങ്ങ് ബിഹേവ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഗഗനചാരി ആണെങ്കിൽ തന്നെ ഒരു എക്സ്പെരിമെന്റൽ ഫിലിം ആണല്ലോ. അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ കൈ കൊടുക്കാൻ തോന്നിയത് എന്തായിരുന്നു? അതിൽ പുതുമ തന്നെയാണോ? അതെ, അതിലെ പുതുമയാണ്. കാര്യം അത് ഞാൻ 2020 അതിന്റെ സ്റ്റോറി കേൾക്കുന്നത്. ലോക്ക്ഡൗൺ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 4 വർഷമായി. അപ്പം പെട്ടെന്ന് ഒരു ഏലിയൻ വരുന്നു, 3 പേർക്കിടയിൽ ഒരു ഏലിയൻ വരുന്നു, ഇവിടെ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ. പിന്നെ കണ്ടെന്നല്ല പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇടയ്ക്ക് സൗണ്ടൊക്കെ വരുന്നത് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എടുക്കാനുള്ളൊരു മെയിൻ കാരണം. അത് നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പെട്ടെന്ന് ഒരു ശബ്ദം വരുന്നതും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ശബ്ദം വരുന്നതൊക്കെ
ഇതുവരെ നമ്മൾ കാണുന്നത് ഏലിയനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ചന്ദുവിനോട് സംസാരിക്കുമ്പോൾ പറയാം ചന്ദുവിന് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ, സ്പേസ്, മാർവൽ, കോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എനിക്ക് അതിനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് മാത്രമല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് ഞാൻ ശ്രദ്ധിക്കാറോ ഒന്നും ഇല്ലാത്ത. അപ്പം ഈ ചന്തു ഇത് പറയുമ്പോൾ എനിക്ക് പുതിയ കാര്യങ്ങളോട് വളരെ ക്യൂരിയസ് ആണ് ഞാൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഇത് എപ്പോഴും അരുൺ ചന്തുവിനോട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കും. പുള്ളി ഇതിനെപ്പറ്റി പറയുന്നതും ഇതിനെപ്പറ്റിയുള്ള തമാശകളൊക്കെ പറയുമ്പോൾ ഇതെന്ത് ലോകം, ഇത് വേറൊരു ലോകമാണല്ലോ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഗഗനയാരി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്താണേലും സുലേഖ മെൻസിൻ്റെ പ്രൊമോഷൻ നടന്ന സമയത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു പയ്യൻ എന്നോട് വന്ന് ചോദിച്ചു, ചേച്ചി ഗഗനചാരി എപ്പോഴാണ് ഇറങ്ങുന്നത്? അപ്പം ആ സമയത്ത് ഒരു ചെറിയ ഹൈപ്പുണ്ട്, ഏലിയൻ പടമാണ്, പക്ഷെ ഇത് ഇറക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കുറേ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് പേര് അറിയുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുക പടം എപ്പോഴാണ് ഇറങ്ങുന്നത്? അപ്പോൾ ഞാൻ അറിയത്തില്ല, ഞാൻ ഏലിയൻസിൻ്റെ വലിയൊരു ഫാനാണ്. ഏലിയൻസ് ഫാൻസ്. അപ്പം അപ്പാരന്റ്ലി എ ഗ്രൂപ്പ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നതും ഇതിനെപ്പറ്റി കാര്യമായി ഡിസ്കസ് ചെയ്യുന്നതും. അപ്പം ഇപ്പൊ ഇതിലെ എനിക്കൊന്ന് ഇതിന്റെ പോപ്പ് കൾച്ചർ റെഫറൻസസ് ആണ് ഒരു മലയാളി ഓഡിയൻസിനെ, ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിനെ ഇതിലേക്ക് ഗഗനയാരി ഭയങ്കര സൂപ്പർ ആണെന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ എല്ലാവർക്കും ഒരു പുതുമയാണ്. ഏലിയൻ അല്ലെങ്കിൽ പോർട്ടല്, സ്പേസ് ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതും ഗംഭീരമായ VFX കൂടെ ആണുള്ളത്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് എന്ത് ലോകമാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്റീവ് ലോകമാണല്ലോ, സംഭവിക്കാതിരിക്കാം അങ്ങനെയുള്ള ഒരു ലോകമായതുകൊണ്ടും. പക്ഷെ അതല്ലാതെ ഈ ഏലിയൻസ്, സ്പേസ്, ഡാർക്ക് ഹോൾ, അങ്ങനെന്ത് പറയില്ലേ, ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആൾക്കാർ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി റിസർച്ച് ഒക്കെ നടത്തുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഗഗനചാരി എപ്പോഴാണ് ഇറങ്ങുന്നത് അത് ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് നിന്ന ഒരു ഇഷ്ടംപോലെ ആൾക്കാർ എന്നോട് ഗഗനചാരിയെ പറ്റി ഇറങ്ങുന്നതിന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ റിഫ്ലക്ഷൻ ഇപ്പൊ തിയേറ്ററിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുത്തു. ഇപ്പൊ ഒരുവിധം ഒരു പ്രായം കഴിഞ്ഞവർക്ക് കണക്ട് ചെയ്യാൻ പാടുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ അതിന്റെ ഒരു പുതുമ, വേറൊരു ലോകം, ഈ സിനിമ ഇറങ്ങുന്നതിനനുബന്ധിച്ചായിരുന്നു തോന്നുന്നു ആ വാർത്ത വന്നത്. മനുഷ്യരൂപത്തിൽ ഏലിയൻസ് ഉണ്ട് അല്ലേ, ഭയങ്കര യാദൃശ്ചികമായിട്ട്. എനിക്ക് അതിനോട് കുറെ നിങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ ഇല്ല, വളരെ കോഇൻസിഡന്റലി സംഭവിച്ചതാണ്. ഇപ്പൊ ഗണേഷൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മൾ കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെയായിട്ടുള്ള കോമ്പിനേഷൻ? ഭയങ്കര രസമായിരുന്നു. കാര്യം ആ സമയത്ത് ഒന്ന് നമ്മള് കൊറോണ കഴിഞ്ഞ ആകെ നമുക്ക് വർക്കൊന്നുമില്ല, ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, ഇങ്ങനെ പോവല്ലേ ജീവിതം. അപ്പൊ ആ സമയത്ത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ഒരു കോമഡി പടമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതില് ഭയങ്കര സില്ലി ആയിട്ടുള്ള ഹ്യൂമറാണല്ലോ, ഇങ്ങനെ വെറുതെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചളി പറയുന്ന പോലെ. അപ്പൊ ഇത് എല്ലാവരുടെ ഇടയിലുണ്ട്. അതിപ്പം ഗണേഷ് കുമാർ സാർ ആണെങ്കിലും ഗൂഗിളാണെങ്കിലും ഇങ്ങനെ ഒരു ചളി വൈബ് എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ബന്ധമായിരുന്നു എല്ലാവരായിട്ടും ഉണ്ടായിരുന്നത്. അപ്പം അരുൺ ചന്തു ആണെങ്കിലും പിന്നെ സ്ക്രിപ്റ്റ് സായി, ക്യാമറ ചെയ്ത സുർജിത്ത് എന്നൊക്കെ ഇവർക്കൊക്കെ ഒരേ വൈബാണ്. ഇപ്പൊ നമ്മള് ഇതിന്റെ VFX ചെയ്ത മെറാക്കി എന്ന് പറഞ്ഞിട്ടൊരു, അപ്പൊ ഇവരുടെ ഓഫീസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആ ബങ്കർ ഇവരുടെ ഓഫീസായിരുന്നു. അപ്പം ഈ VFX ഭയങ്കര അത് അങ്ങനെ എന്താ പറയുക, നമ്മുടെ കൂടെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം ഇതിലെ ഒരു പോലീസുകാരന്റെ കഥാപാത്രം ചെയ്ത ആള് മെറാക്കിയുടെ പാർട്ട്ണറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സിനിമ എന്നതിലുപരി നമ്മുടെ ഒരു സൗഹൃദമാണ് ബേസിക്കലി സിനിമ, ഗഗനചാരി എന്ന് പറയുന്നത്. അപ്പം ഗണേഷ് കുമാർ സാറൊക്കെ ആണെങ്കിലും ആള് വലിയൊരു ഭയങ്കര സീനിയർ ആണല്ലോ. ഇടയ്ക്ക് കുറെ പഴയ കഥകളൊക്കെ പറയും. അങ്ങനെ കുറെ പഴയ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു തുടക്ക സമയമാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പഴയ കഥകൾ, പഴയ ആക്ടേഴ്സിന്റെയും പഴയ സെറ്റുകളിലെ കഥ കേൾക്കുമ്പോൾ അന്ന് കുറച്ചുകൂടെ ചെറുതാ. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിരുന്നു. അതെ ഗണേഷ് സാറായിട്ട് സംസാരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിലേക്ക് പുതിയതായിട്ട് കല്ലത് എനിക്കൊന്നും ഗഗനചാരി 4ാമത്തെയോ അത്ര എന്തോ ആയിട്ടുള്ളൂ. ഉയരെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതെ. അപ്പം ആ സമയത്ത് ഇത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെ, അതിനു മുമ്പ് എനിക്കൊന്ന് പാർവതിയായിട്ട്
ആസിഫിക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം അതല്ലാതെ ഒരു വലിയ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പില് അപ്പോഴാ അഭിനയിക്കുന്നത്. അപ്പം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതിന്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കുമല്ലോ അല്ലെ, ഇത്രയും എക്സ്പീരിയൻസ്. അതെ അതെ, ഉറപ്പായിട്ടും. പിന്നെ ഗോകുലാണെങ്കിലും അങ്ങനെ ഓക്കെ, സുരേഷ് ഗോപിയുടെ മകനാണ്. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല, അങ്ങനെയല്ല. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട്, സുരേഷ് ചേട്ടനെ പോലെ ഒരു ഭയങ്കര നമ്മൾ ഭയങ്കര സ്നേഹമുള്ള സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, ദേഷ്യക്കാരനാ. പക്ഷെ അത് പുള്ളി നമുക്ക് മനസ്സിലാവും, പുള്ളി ദേഷ്യമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന. ഈ സിനിമ ഇറങ്ങിയ ശേഷം ഈ ഏലിയൻസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കേട്ടാൽ ശ്രദ്ധിക്കാറുണ്ടോ? ആ ഇൻട്രസ്റ്റ് വന്നോ? ഇത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ, ഷൂട്ട് കഴിഞ്ഞപ്പോ, ഇറങ്ങി ഇത്രയും ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മാറ്ററാണ്. പക്ഷെ ഇപ്പം അതിനെപ്പറ്റി പഠിക്കാതെ വേറെ നിവർത്തിയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അതിപ്പോ ഏലിയൻസ് ഉണ്ടോ, അതിനെപ്പറ്റി അങ്ങനെ വിശ്വസിക്കാതിരിക്കണോ എന്ന് പോലും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഇതിപ്പോ അങ്ങനെ ഹിറ്റായ സ്ഥിതിക്ക് ഇതിനെയൊക്കെ പറ്റി ഒരു ചെറിയ നോളജ് ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതിന് മുമ്പ് വരെ ഇത് ചന്തുവിന്റെ ഒരു പ്രൊഡക്റ്റാണ്, അതില് നമ്മൾ മാക്സിമം കൊടുക്കുക. എനിക്കത് പക്ഷെ ആദ്യം മുതലേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെന്തായാലും മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്കായിരിക്കും എന്ന് ഷൂട്ടിംഗ് സമയത്ത് തോന്നിയിട്ടില്ലെങ്കിലും ഇതിന്റെ ഫസ്റ്റ് ഔട്ട് ഞാൻ ഒരു ലാപ്ടോപ്പിലിരുന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അമേസ്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ ആ ലോകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ, അങ്ങനെ വലിയൊരു ബഡ്ജറ്റുള്ള ഒരു സിനിമ എന്നല്ല, വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമ. അപ്പൊ അത് ആ ചെറിയ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൽ ഇത്രയും ഒരു വലിയ ലോകം ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മളെ ഇൻവോൾവ് ആക്കിയൊക്കെ നമ്മളെ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അത് പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്താ പരിപാടി, അല്ല അവിടെ നിന്ന് ആർക്കും ഇതെന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പം ഒരു ഹാൻഡി ക്യാമിലൊക്കെ എടുക്കുന്ന പോലെ, ചില ഷോട്ട്സ് ഒക്കെ ഹാൻഡി ക്യാമിൽ എടുക്കുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ പോകും. പിന്നെ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ക്യാമറയിൽ നോക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. സിനിമ കണ്ടപ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു അന്ന് മുതൽ ഇത് ഇറക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ആൾക്കാരെ കൺവിൻസ് ചെയ്യുകയും പ്രീമിയേഴ്സ് നടത്തുകയും ഫെസ്റ്റിവൽസിൽ അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനിപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പല ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലേക്കൊക്കെ അയക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് നമ്മുടെ കൂടെ അതിന് നിന്നിട്ടുള്ളത്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ സെലക്ഷൻ ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ആ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. ആദ്യം ഇതൊരു OTT പടമായിരുന്നു ഇനീഷ്യലി. ഓക്കെ. അപ്പൊ OTTയിൽ ഇറക്കുക. അപ്പം അന്നത്തെ സമയത്ത് അജിത് വിനായക ഫിലിംസ് ചെയ്യുന്ന ആദ്യത്തെ പടം. അപ്പൊ ഇവർക്ക് എന്നെ ഇങ്ങനത്തെ ഒരു ഗണേഷ് കുമാർ സാർ പറഞ്ഞിട്ടാണ് ഈ പടം അജിത് വിനായക പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളവരോട് OTTക്ക് വെറുതെ ഇറക്കാം. അപ്പം കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു പടമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കൊറോണ സമയത്ത് എല്ലാവരും ഡാർക്കായിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെ വിചാരിച്ച. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അത് ഇൻഡോറൊക്കെ ഷൂട്ട് ജസ്റ്റ് ആ ബങ്കറിന്റെ അകത്തുള്ള മാത്രമേ ഉള്ളൂ, പുറത്തെ ഷോട്ട്സ് ഒന്നുമില്ല, ബങ്കറിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും ഗണേഷ് കുമാർ സാറിന് കൊറോണ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇല്ല ഈ പടം ഒന്നും കൂടെ നമുക്ക് വലുതാക്കാം, അതിനുവേണ്ടി പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കാശ് തരാൻ തയ്യാറായതുകൊണ്ട് പിന്നെ അതിനെ ഒന്നൊരു വിശ്വസനീയമാക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും വേണ്ടി അതൊന്ന് കുറച്ച് വലുതാക്കി. അപ്പോഴാണ് ഈ ഫൈറ്റ് സീക്വൻസും പരിപാടികളും ഒക്കെ വന്നത്. അത് പക്ഷേ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ അന്നാണ് ഞാനിങ്ങനെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇതുവരെ ഞാൻ ഫൈറ്റേ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സ്റ്റിഫാണ്, എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫാണ്. എനിക്കങ്ങനെ ഒന്ന് ഒഴുകി അഭിനയിക്കാനോ ബോഡിയിൽ ഭയങ്കര ഒട്ടും ഫ്ലെക്സിബിൾ അല്ല ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ മറ്റേ കാലൊക്കെ പൊക്കി ചവിട്ടാനും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പാട്ട് ക്ലാസ്സിൽ പോകുന്നത്, പാട്ട് ക്ലാസ് പോകുമ്പോൾ എനിക്ക് ചമ്പറം പഠിച്ചിരിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഡാൻസ് ചെയ്യുമല്ലോ, ഡാൻസ് ചെയ്യും. അത് എനിക്കറിയത്തില്ല, അത് ചില പൊസിഷൻസ് ചില പ്രശ്നം എന്തൊക്കെയോ ഒരു ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്.
പക്ഷെ എൻ്റെ മാക്സിമം പിന്നെ അതിൽ ഫൈറ്റിൽ സീക്വൻസിൽ ഇങ്ങനെ മിന്നുന്നുണ്ട്. ഏലിയന്റെ ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ മിന്നുമല്ലോ, അപ്പോൾ അത് മിന്നുന്നുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ട് നൈസായിട്ട് അങ്ങനെ പോയി. പക്ഷെ അന്ന് ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തത് എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പോലെയായിരുന്നു. ബിക്കോസ് അത്രയും പോലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു റിഹേഴ്സലും ഒന്നുമില്ലാതെ ജസ്റ്റ് ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാമ്പോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അന്ന് തന്നെ കുറെ എന്തൊക്കെയോ പഠിപ്പിച്ചെന്ന് അതങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ ഇടിക്കുമ്പോഴേ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ മിന്നുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഇവർ ഇങ്ങനെ ഇടിക്കാൻ വരും, ആ സമയത്ത് താഴെ ഡിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. ഇത് മിന്നുന്നതുകൊണ്ട് ഇവരൊന്നും വരുന്നത് കാണാനൊന്നും പറ്റത്തില്ല. ഇവർ ബ്ലാക്ക് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മിന്നലടിച്ചു നമുക്ക് ഇവരൊന്നും കാണാൻ പറ്റില്ല. ഒരു ഊഹത്തിന് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ അത്രയും ഫൈറ്റ് സീക്വൻസ് ഇതിൽ ഞാൻ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. അത് ചില തടസ്സങ്ങളൊക്കെ നല്ലതാന്ന് പറയുന്നത്. അതെ അതെ. അത് ഗഗനേചാരിയുടെ കാര്യത്തിലാണെങ്കിലും ആ തടസ്സങ്ങളാണ് ഗഗനേചാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് പറയാം. കാര്യം ആ ഒരു കൺസ്ട്രെയിനിലാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ് ഗഗനേചാരിയുടെ വിജയം. ഇപ്പം സുലേഖ മൻസിലിന് ശേഷമാണ് എൻ്റെ അടുത്തൊക്കെ പേഴ്സണലി ഒരുപാട് പേര് അനാർക്കലിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആനന്ദത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഭയങ്കര രസമായിരുന്നു അതിങ്ങനെ കാണാനൊക്കെ. അപ്പോൾ ഈ സിനിമ എനിക്കൊന്ന് സുലേഖ മൻസിൽ അതുപോലെ ഒരു ഹൈപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനുശേഷം ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് വന്നത് ആ സിനിമ സുലേഖ മൻസിൽ തന്നെയാണ്. കാര്യം അതിലെ പാട്ടുകൾ ഒക്കെ വന്നിട്ട് ഭയങ്കര ഹിറ്റാവുകയും അതിലൂടെ കുറേ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുകയും റെക്കഗ്നൈസ് ഒക്കെ ചെയ്ത് ഒരു ഫേമസ് ആയി എന്ന് എനിക്ക് തന്നെ തോന്നിയത്. അതുവരെ ഞാനിങ്ങനെ എന്നെ അങ്ങനെ ചിലയിടത്തൊക്കെ ആൾക്കാർ കണ്ടാൽ മനസ്സിലാക്കുമെന്നല്ലാതെ സുലേഖ മൻസിൽ കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അംഗീകാരം വളരെ വലുതാണ്. പിന്നെ ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു 2 സിനിമകളിലൂടെ. അതെ അതെ. അത് ഇപ്പോഴും എല്ലാവരും പറയുന്നത് ജിൽ ജിൽ ഭയങ്കര വൈറലാവുകയും ചെയ്തു. അങ്ങനെ ഒരു ഗുണം കൂടെ ഇപ്പൊ മന്ദാകിനി ഗഗനേചാരി ഇറങ്ങിയത് സുലേഖ മൻസിൽ സൂപ്പറാന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും. മന്ദാകിനിയിൽ പാട്ട് പാടുകയും ചെയ്തല്ലോ അല്ലേ? നല്ല രസമുള്ള ആ ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പാട്ടൊന്ന് പാടോ? വാനവില്ലിനേഴു വർണ്ണമെന്നത് നീ വരുമ്പോഴൊന്നു കൂടിയുന്നത് കഞ്ചബാണ മഞ്ചും നിന്റെ മുന്നില് പുഞ്ചിരിച്ച് നിൽക്കും തമ്മിൽ കണ്ടേ ഞാൻ ഈ കണ്ണിൻ മാറുക കണ്ണേ നീ എന്നുള്ളിൽ കൂറുക താരങ്ങൾ മീനുങ്ങും കവിള് മോഹത്താൽ ചിരിക്കും ഇവള് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനീമൃതിയും ചിരമിനിയോ ദൂരത്ത്. കണ്ണിലെ മറുകിനെ കുറിച്ച് പറയുന്ന പോലെ ഈ മറുക് ശരിക്കും ഉള്ളതല്ലേ? ശരിക്കും ഉള്ളതാ. ഒരു മറുക് കണ്ടിട്ട് എന്നാ പിന്നെ ഈ മറുകിനെ ഒന്ന് വർണ്ണിക്കാം. ആ സിനിമയിലൊക്കെ ഡയലോഗ് ഉണ്ടല്ലോ ഈ പാട്ടിന്റെ അകത്ത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഈ അമ്മയൊരു ആക്ട്രസ് ആണല്ലോ ഇപ്പം. അപ്പൊ നിങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള സംസാരങ്ങളും ഡിസ്കഷൻസ് വീട്ടിലുണ്ടാവാറുണ്ടോ? ഇടയ്ക്ക് എന്താ പറയാ, ഇങ്ങനെ നമ്മൾ സിനിമയുടെ സെലക്ഷൻ പ്രോസസ്സിലധികം ഉമ്മ ഇടപെടത്തില്ലെങ്കിൽ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സ്ക്രീനിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ നിന്റെ ആൾക്കാരല്ലേ മറന്നു പോകും. വാപ്പായും ഉമ്മയും ഒക്കെയാണ് രണ്ടുപേരും നീ ഇടയ്ക്കിടയ്ക്ക് പടത്തിൽ അഭിനയിക്കണത്. ഇപ്പം കഥ അങ്ങനെ കുറച്ച് മോശമായാലും കുഴപ്പമൊന്നുമില്ല, പ്രസന്റായി നിൽക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. എനിക്കങ്ങനെ എല്ലാ പടത്തിലും അഭിനയിക്കണ്ടാവും. കുറച്ച് പടത്തിൽ അഭിനയിച്ച് ഒരു അംഗീകാരം കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തിനും ചെയ്തോളാം എന്നുള്ളൊരു. അതായത് നല്ല പടങ്ങൾ ചെയ്യാന്നുള്ളൊരു ഫോക്കസ് ആണ്. അത് നല്ല പടങ്ങൾ ചെയ്യാന്നുള്ളൊരു ഫോക്കസ് ആണ്. ആൻഡ് ഐ തിങ്ക് ഐ സക്സീഡഡ് ഇൻ ഇറ്റ് ടിൽ ഡേറ്റ്. അങ്ങനെ അത്രയും മോശം പടങ്ങളിൽ അഭിനയിക്കേണ്ട വന്നിട്ടില്ല, അങ്ങനെ അൺനോട്ടിസ്ഡ് ആയി പോകേണ്ട വന്നിട്ടില്ല.
അതുകൊണ്ട് ഞാനതിൽ ഇപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഗഗനേരിയാണെങ്കിൽ ഒരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് ഇത് ചെയ്യണോ വേണ്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. സ്വന്തമായിട്ട് മന്ദാരിയാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എടുത്ത തീരുമാനങ്ങൾ. അത് സുലൈഖ മൻസൂർ തന്നെ വലിയ ഒരു ബാനറായിരുന്നു, എടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. അപ്പം പക്ഷെ അല്ലാത്ത സിനിമകളെല്ലാം ഞാൻ വളരെ ഫോക്കസ്ഡായിട്ട് എടുത്ത സിനിമകളാണ്. അതുകൊണ്ട് ഉമ്മയുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. ഉമ്മ ഉറപ്പായിട്ടും ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ള, ഭയങ്കര വായനയുള്ള, അറിവുള്ളൊരു, എൻ്റെ ഒരു റോൾ മോഡലായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാൾ കൂടിയാണ് ഉമ്മ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ മോസ്റ്റ്ലി ചോദിക്കുക, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും പറഞ്ഞത് അതിലൊരു പ്രശ്നമുണ്ടോ, ചിലപ്പോൾ ഞാനതൊന്നും ചിലപ്പം ശ്രദ്ധിക്കത്തില്ല, പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളതൊന്നും ചിലപ്പോൾ അത് സ്ലിപ്പ് ഓഫ് ദ ടങ് പോലെ എന്തെങ്കിലും പോയാലോ വെച്ചിട്ട് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയാതിരിക്കുന്നത് കൂടുതൽ ഉമ്മായിട്ടുള്ള ഒരു കോൺവെർസേഷനിലാണ്. എന്തെങ്കിലും പറഞ്ഞു പോയാലും അതിനെ എന്ത് ചെയ്യാം. ഇപ്പം ഇതിന് മുമ്പ് ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ഒരു കാളിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഉമ്മ അതിൻ്റെ പ്രശ്നം എന്താണെന്നും, അത് സിസ്റ്റർ ആണെങ്കിലും ആളും ഇതിനെപ്പറ്റി ഇതിങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും ഇങ്ങനത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട്. അതെ അതെ, പിന്നെ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും റൈറ്റപ്സും പിന്നെ ഒരു അക്കാഡമിക്കലി ഇതിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് വുമൻസ് സ്റ്റഡീസും സോഷ്യോളജിയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മൾ സിനിമയുടെ പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതും അങ്ങനത്തെ കുറേ അറിവുകൾ എനിക്ക് ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ളത് ഇവരോട് രണ്ടുപേരോടും സംസാരിച്ചിട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അനാർക്കലിക്ക് ഒരു 22-23 വയസ്സുള്ളപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ പറയുക ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ എങ്ങനെയാണോ അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഉമ്മയുടെ സ്വാധീനം ഒക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഉമ്മ കിസ് ഓഫ് ലവിൻ്റെ പരിപാടിക്ക് പോകുന്നത്, സമരത്തിന് പോകുന്നത്. പിന്നെ LGBT-യുടെ അതിൻ്റെ സമരങ്ങൾക്കൊക്കെ പോകുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ വളർച്ചയിൽ തന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ സെക്ഷുവാലിറ്റി പോലും എന്തായാലും ഉമ്മായിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നെനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ആക്സെപ്റ്റൻസിൽ വളരാൻ കഴിഞ്ഞു. അത് എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ വളരെ ഒരു +1 +2 ഏജിൽ തന്നെ അവരോടും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു, ഇതെന്തൊരു ഫാമിലി കാലിച്ചിട്ട്. കാര്യം ഞാൻ +1 ആണോ +2 എന്നാണ് എനിക്കറിയില്ല, ഈ ഉമ്മ കിസ് ഓഫ് ലവിൻ്റെ സമരത്തിന് പങ്കെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഫ്രണ്ട് പേജിൽ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അറസ്റ്റൊക്കെ ചെയ്തായിരുന്നല്ലോ. എൻ്റെ സമയം ഞാൻ സൈഡിൽ നിന്ന് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. ഞാൻ പിറ്റേന്ന് എൻ്റെ സ്കൂൾ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് അറിഞ്ഞു അപ്പം അറസ്റ്റ് ചെയ്തതിലുപരി അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യമായിരുന്നെങ്കിലും ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ തിങ്, ഒരു റെവല്യൂഷണറി സാധനത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. സ്കൂളിൽ റെസ്പോൺസ് മിസ്സിനോടൊക്കെ പോയി പറഞ്ഞു, മിസ്സേ ഇങ്ങനെ കിസ് ഓഫ് ലവിൻ്റെ, മിസ് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ എനിക്കത് ഫ്രണ്ട്സിനോട് പറയുമ്പോഴൊക്കെയുള്ള ഞാൻ അതിൻ്റെ കട്ടൗട്ടൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ആൽബത്തിൻ്റെ അകത്ത് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ റൈറ്റപ്പും ഉമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഒരു പേരൻസ്, അല്ലെങ്കിൽ ഇപ്പം വാപ്പ ആണെങ്കിലും ഉമ്മയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു വാപ്പാണ്. ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു യാഥാസ്ഥിക ചിന്ത ഉള്ള ആളല്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ഓപ്പൺനെസ് ഇപ്പം അനാർക്കലിയുടെ പേരൻസ് സെപ്പറേറ്റ് ആയ സമയത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തതെന്നൊക്കെ. അത് പൂർണ്ണമായിട്ടും മനസ്സിൽ തോന്നി അങ്ങനെ തന്നെ സംസാരിച്ചതല്ലേ, അല്ലാതെ ഇങ്ങനെ പറയണം എന്നൊന്നും അല്ലല്ലോ. ഈ ഒരു ഇങ്ങനൊരു വളർത്തിയതിന്റെ ഗുണം തന്നെ ആയിരിക്കും. അതെ അതെ, എനിക്ക് അങ്ങനെ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. കാര്യം ഞാൻ ആ സമയത്ത് വെച്ചാൽ അത് 2020 സമയത്താണ്.
ഞാൻ വളരെ ആ സമയത്ത് മെച്ചോർഡാണ് അത് ഡീൽ ചെയ്യാനും അതിനെ എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകണം, ഇവർ രണ്ടുപേരെയും എന്ത് ചെയ്യണം. കാര്യം എനിക്കവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ അവരെ എവിടെ പ്ലേസ് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതും ഞാൻ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു. എനിക്കതിൽ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ആരും പറഞ്ഞു തരേണ്ട വന്നിട്ടില്ല. എനിക്കൊന്നു പിന്നെ എൻ്റെ സിസ്റ്ററിനെ കുറച്ചുകൂടെ സങ്കടം ഉണ്ടായത്. പക്ഷേ ഐ വാസ് വെരി ഓക്കെ ആയിരുന്നു. ഐ വാസ് പെർഫെക്റ്റ്ലി ഫൈൻ വിത്ത് ഇറ്റ്. കാര്യം അങ്ങനെ യോജിച്ച് പോവാത്ത രണ്ട് ആൾക്കാർ തമ്മിൽ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. തുടരുന്നതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. തുടരുന്നതാണ് അതിൻ്റെ. എനിക്കൊന്ന് ഞാൻ കുറച്ചുകൂടെ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരുമിച്ച് പോവാത്തത്. അപ്പോൾ എനിക്കത് ഒട്ടും സുഖകരമല്ല എന്ന് തോന്നി. പക്ഷേ ഇറ്റ് എൻഡഡ് ഔട്ട് വെൽ. രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവർ കണ്ടാൽ മിണ്ടുകയും ചെയ്യും. സൗഹൃദത്തിലാണ് പിരിഞ്ഞത്. സൗഹൃദത്തിലല്ലെങ്കിലും മറ്റേ ശത്രുതയില്ല. കണ്ടാൽ മിണ്ടും. കാര്യം നമ്മുടെ മോളുടെ അമ്മയാണ് അല്ലെങ്കിൽ മോളുടെ അച്ഛനാണെന്നുള്ള രീതിയിൽ കണ്ടാൽ മിണ്ടും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇത് കണ്ടാൽ മറ്റേ ഇങ്ങനെ വരട്ടെ മുഖം തിരിച്ച് നടക്കുന്ന പരിപാടികളൊന്നുമില്ല. അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ സിസ്റ്ററും ഭാഗമാണ്. അതിലൊരു ശത്രുത ഇല്ലാതെ അത് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതെ. ഇപ്പം ആനന്ദം എനിക്ക് കണ്ടപ്പോഴേ ആദ്യമായിട്ട് കാണുമ്പോൾ അതിലേക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആ സിനിമ കാണുമ്പോൾ ഒരു ട്രിപ്പ് പോയ ഒരു ഫീൽ തന്നെയാണ് നമുക്കും കിട്ടുക. ആ ഒരു സൗഹൃദം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ അന്ന് അഭിനയിച്ചവരൊക്കെ ആയിട്ട്? ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ 1-2 തവണയെങ്കിലും മീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര പ്ലാൻഡ് ആയിട്ടല്ല, പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊന്ന് കൂടണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ട് സംസാരിച്ച് ഒന്ന് കൂടാറൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ടത്. ഇപ്പം സിനിമ സീരിയസ് ആയി എടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞോണ്ട് ചോദിക്കുക, ഇത് അങ്ങോട്ട് ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ അത്തരം പരിപാടികളുണ്ടോ? ഇപ്പം ഞാൻ അതൊക്കെ തുടങ്ങി. ഇതുവരെ ഇല്ലായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്കത് കുറച്ചൊരു എംബാരസ്മെന്റ് ആയിരുന്നു. ഇവർക്കത് ഒരു ബുദ്ധിമുട്ടാവുക നമ്മളത് ചോദിക്കുന്നത്. കാര്യം എത്ര പേര് ചോദിക്കുന്നതായിരിക്കും, ഇവരെങ്ങനെ നമ്മളെ ചിന്തിക്കാനാ. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് ഇപ്പം തോന്നി തുടങ്ങി. കാര്യം നമ്മൾ പറഞ്ഞാലേ അവർക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ചാൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ചാൻസ് ഒക്കെ ചോദിച്ച്. കാര്യം ഇപ്പം എനിക്ക് കാണിക്കാനൊരു സാധനം ഉണ്ടല്ലോ, ലൈക്ക് സേ ഐ ഹാവ് ഡൺ ദിസ്, വലിയ കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ല എനിക്ക് തന്നെ കോൺഫിഡൻസ് തോന്നുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അത് കാണിക്കാനുള്ള ഒരു മടിയില്ലായ്മ വരുന്നത്. അപ്പം ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻസും ഇല്ല. ഇത് കണ്ടിട്ട് ഡയറക്ടേഴ്സ് വിളിക്കട്ടെ. അതെ. ഇനി ഏതാ ഇനി ചെയ്യാൻ പോകുന്ന? ഏതാ കഴിഞ്ഞു? ഇനി ഒരു സോണി ലിവിൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ട്. അതൊരു ഓഗസ്റ്റ് ലാസ്റ്റിലത്തേക്ക് ഉള്ളു ഷൂട്ട് തുടങ്ങും. അതെ. മറ്റ് ലാംഗ്വേജസ് ട്രൈ ചെയ്യുന്നുണ്ടോ അതോ മലയാളം തന്നെ? മറ്റ് ലാംഗ്വേജ് എനിക്ക് എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും വേറെ തമിഴിൽ നിന്നൊക്കെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ വരാറുണ്ട്. പക്ഷെ എനിക്ക് വെറുതെ തമിഴൊരു സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നില്ല. റാദർ നോട്ട് ഡു ഇറ്റ്. അപ്പം കുഴപ്പമില്ല, എനിക്കിപ്പം മലയാളം ചെയ്ത് മുമ്പിലോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ ഐ വിൽ വെയിറ്റ് അൺടിൽ സംതിങ് വെരി ഗുഡ് കംസ്. ഇപ്പം യൂട്യൂബ് പേജ് നോക്കുമ്പോൾ ഒരുപാട് മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിടാം, കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും അതിലാണോ അത് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത് ഇപ്പം ഞാനിപ്പോൾ സിനിമയുടെ ഒക്കെ തിരക്കിലായതുകൊണ്ട് ഒരു 1-2 മാസമായിട്ട് ഭയങ്കര തിരക്കില്ല. അപ്പം ചെയ്യുന്നില്ല. പക്ഷെ അത് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? പിന്നെ പാട്ട് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പോൾ ഷോസൊക്കെ പതുക്കെ എടുത്ത് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. അപ്പം സിനിമ ഇല്ലാത്ത സമയങ്ങളിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ കവർ സോങ്സ് പാടി ആ സമയത്ത് ഇപ്പോൾ സിനിമയുടെ തിരക്കിലായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വെറുതെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഇരിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സമയത്ത് ഇതിന് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാട്ട് പഠിത്തം ഇപ്പോൾ ഉണ്ടോ അതോ നിർത്തിയോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി തട്ടിയെടുക്കും. ഇടയ്ക്കൊരു ഒരു മാഷ് വന്ന് പഠിപ്പിക്കും. ഇടയ്ക്ക് ക്ലാസിക്കൽ പഠിപ്പിക്കും. പിന്നെ പോവും. പിന്നെ എന്തെങ്കിലും തിരക്കിലാവുമ്പോൾ പോവും. പിന്നെ വീട്ടിലുള്ളപ്പം വരും. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് നിർത്താം. ഷുവർ. അനാർക്കിൽ എന്ന പാട്ട് പാടി എല്ലാവരും പാട്ട് പഠിപ്പിക്കുമല്ലോ അല്ലേ? അതെ, അതൊരു നിർബന്ധം. മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു
ഒന്നൊന്നായഴിഞ്ഞു എൻ്റെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചിലക്കും പൊലഞ്ഞു. മാലയം മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു. നല്ല രസമുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിറയെ സിനിമകൾ വരട്ടെ. താങ്ക് യു.